വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഒരു കിടിലൻ ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ഫുഡ് അമംഗസ് ചാലഞ്ച് പാർട്ട് 2. അതെ ഗയ്സ്, ഫുഡ് അമംഗസ് ചാലഞ്ച് പാർട്ട് 2 ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് അതിനു വേണ്ടി വന്നിട്ടുണ്ട്. അതെ, കമന്റ്സിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും സല്ലുവിനൊക്കെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് ചെയ്യോന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാലഞ്ച് ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. സാധാരണ നമ്മൾ സെക്കൻഡ് പാർട്ട് ഒക്കെ ചെയ്യാറ് കുറച്ചങ്ങോട്ട് ലേറ്റ് ആയിട്ടാണ്. അപ്പൊ ഇത്രയും റിക്വസ്റ്റ് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ കഴിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാന്ന്. അപ്പൊ ഇന്ന് നമ്മൾ ആ കിടിലൻ ചാലഞ്ചിന്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടി ശ്രീ പറഞ്ഞു തരും. ശരി, ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് ഈ ചാലഞ്ച് കാണുന്നവർക്ക് നമ്മൾ റൂൾസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാല് ഓരോ റൗണ്ടിലും നമ്മുടെ 3 പേരുടെയും മുന്നിൽ ഒരേപോലത്തെ 3 ഫുഡുകൾ വന്നു നിൽക്കും. ഒരേ രൂപത്തിലും. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഗെയിം എന്ന് വെച്ചാൽ ഈ 3 ഫുഡുകളിൽ ഒന്ന് ഇമ്പോസ്റ്റഡ് ഫുഡ് ആയിരിക്കും. അതായത് ആ ഫുഡ് കാണാനൊക്കെ 3 ഒരേപോലെ തന്നെ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓറിയോ ബിസ്ക്കറ്റ്, കഴിഞ്ഞ തവണ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 3 എണ്ണം കാണാൻ ഓറിയോ ബിസ്ക്കറ്റ് തന്നെ, പക്ഷെ ഒന്നിന്റെ ഉള്ളിൽ മാത്രം പേസ്റ്റ് ആയിരുന്നു ഗൈസ്. അത് ഷാമിക്കായിരുന്നു കിട്ടിയത്. അതെ, പക്ഷെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആരുടെ മുഖത്തും എക്സ്പ്രഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം പ്രത്യേകിച്ച് ഇമ്പോസ്റ്റർ ശ്രദ്ധിക്കണം. കാരണം ഇമ്പോസ്റ്റർ ഫുഡ് ആണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവരുത്. അതെ, കഴിഞ്ഞ തവണ ഷാമി വെറുതെ ഓവറാക്കിയിട്ടുള്ള തലയിലൊക്കെ. അപ്പൊ ആ ഇമ്പോസ്റ്റർ ഫുഡ് മനസ്സിലാവാതെ നമ്മൾ കഴിക്കണം. കഴിച്ച് കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആ വോട്ടിങ്ങിൽ നമുക്ക് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വോട്ട് ചെയ്യാം. കറക്റ്റ് ആയിട്ട് ഇമ്പോസ്റ്റർ തന്നെ വോട്ട് ചെയ്താൽ ബാക്കിയുള്ള ആൾക്കാർ ജയിക്കും, രക്ഷപ്പെടും. അപ്പൊ ഇമ്പോസ്റ്റർ തന്നെ പണിഷ്മെന്റ് ആയിട്ട് അത് കഴിക്കണം. അതല്ല ഇമ്പോസ്റ്റർ അല്ല വേറെ ആളെയാണ് വോട്ട് ചെയ്തത് എന്ന് വെച്ചാല് ബാക്കി ആ വോട്ട് ചെയ്ത 2 ആൾക്കാരുണ്ടല്ലോ ഓരോ പ്രശ്നമുള്ള ഫുഡ് കഴിക്കേണ്ടി വരും. അപ്പൊ അതാണ് ഇന്നത്തെ ചാലഞ്ച്. അപ്പൊ ചാലഞ്ചിലേക്ക് കടക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർമ്മ പേസ്റ്റിന്റെ ഓറിയോ ബിസ്ക്കറ്റ്. അയ്യോ, അതല്ല എനിക്ക് ഓർമ്മ വരുന്നത്. മറ്റേ കേക്ക് മറ്റേ കണ്ണൂർക്കട്ടെ. ആയോ? ഞാൻ കണ്ണൂർന്ന്. അയ്യോ, ഇതൊക്കെ എങ്ങനെ മനസ്സിലാവാനാണ് ഞാനത് എടുത്ത് ഞാൻ വിചാരിച്ച 3 പ്ലേറ്റ് മുന്നിൽ ഉണ്ടാവും. ഞാനും അത് പ്രതീക്ഷിച്ചു. അപ്പൊ നമുക്ക് ബോൾ ഐസ്ക്രീം ഇതിലെന്ത് മനസ്സിലാവാനാ? ഷാമിത്താണ് ഭയങ്കര എക്സ്പ്രഷൻ. ഞാൻ എക്സ്പ്രഷൻ ഇടാതെ നിൽക്കാം. കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്രഷൻ എനിക്ക് പണി കിട്ടിയതാ. നല്ല കളക്ഷൻ. എനിക്ക് പക്ഷെ പലരെയും വേറെ പലരെയാണ്. എനിക്ക് പക്ഷെ മറ്റു പലരെയാണ് തോന്നുന്നത്. വോട്ടിംഗ് തുടങ്ങാനായിട്ടോ. ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു 5 എണ്ണം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഷാമിനാണ്. 2 വോട്ട് 5ക്ക് 1 തെറ്റ്. ശ്രീനെ കൊല്ലു. കാര്യം ഓള് തിന്ന സാധനമാണെങ്കിൽ നമ്മള് തിന്നേണ്ടി വരും. ഞാൻ ഇതിപ്പോ അങ്ങോട്ടും കൂടെ കാണാൻ പാടില്ല. മാക്സിമം നമ്മളിങ്ങനെ കഴിക്കുക, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ അതല്ലേ ചാടി കയറി 5 എന്ന് പറഞ്ഞത്. ഇങ്ങനെ കഴിക്കുന്ന ഇതെന്താ സാധനം? ഐസ്ക്രീം. അത് യോഗട്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എനിക്ക് അത് തിന്നാൻ പറ്റി. ഞാൻ നോക്കുമ്പോ 5 എങ്ങനെ കഴിക്കുന്നത്? വേറെ ആരും അങ്ങനെ പിടിച്ചില്ലെന്ന്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ തണുപ്പ് ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ മനസ്സിലാവരുതല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അഥവാ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനെന്താ ഈ അങ്ങനെ ആക്കിയതുകൊണ്ടല്ലേ എനിക്ക് സംശയം തോന്നിയത്. അത് ശരി, ഞാൻ എന്റെ ആത്മാർത്ഥതയിൽ ഇരുന്ന് കഴിച്ചു പോയി. അതിന്റെ എനിക്ക് ഇനി ബാക്കിയുള്ളത് വേറെ എടുത്ത് കഴിക്കുക. ഇത് നോർമൽ യോഗട്ട് അല്ല. അത് ഇതിനെക്കാട്ടി അത് തന്നെയായിരിക്കും. കൊറേ കാലായി ബോൾ ഐസ്ക്രീം ഒക്കെ തിന്നിട്ടെ. ഓവറാക്കൽ കണ്ടപ്പോഴേ തോന്നിക്കാൻ പാടി കിട്ടാൻ ബുദ്ധിപൂർവമായിട്ട് ഷാമിനെ ഉള്ളതായി പോയി. എനിക്ക് 3
3 സ്പൂൺ തിന്നാ പോരാ, കുറച്ചുകൂടി യോഗോട്ട് ഇവർക്ക് കൊടുക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബർഗർ തിന്നോക്കി ഞാൻ മറന്നിട്ടില്ല. കുറച്ചുകൂടി യോഗട്ട് തരാം. തിന്നോന്ന് ആലോചിച്ച് അതിന്റെ ലാസ്റ്റ് ഉണ്ട് പോയിട്ട് അപ്പുറത്ത് പോയിട്ട് അതേ ഛർദിച്ചതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് പക്ഷെ തിന്നാൻ പറ്റും. ഇതിന് ഒരു ഫ്ലേവറും ഇല്ല. ഫ്ലേവർ ഉണ്ടെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റും. ഫ്ലേവർ ഇല്ലാത്തോണ്ട് കുറച്ചൊരു ഓക്കെ റെഡി? ആരും കണ്ണ് തുറക്കരുത്, ഞാൻ പറയുമ്പോ മാത്രം തുറക്കുക. റെഡി നിങ്ങളെ മുന്നിൽ 3 പ്ലേറ്റ്സ് ഉണ്ട്. ലെഫ്റ്റ് റൈറ്റ് സെന്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആരും അങ്ങോട്ടും കൂടെ നോക്കാൻ പാടില്ല. ഫുഡിലേക്ക് നോക്കണ എക്സ്പ്രഷൻ നോക്കാം കേട്ടോ. നമ്മളെ ഫുഡിലോട്ട് മാത്രം നോക്കാവൂ. ശ്രീ സെന്റർ അല്ലേ? ഓക്കെ റെഡി? കണ്ണുറന്നോ? എനിക്ക് ആ ബർഗർ ഓർമ്മ വരുന്നുണ്ട്. ഈശ്വര, എന്താ ഓർമ്മ വരുന്നത്? എന്താ സംസാരിക്കുന്നുണ്ട്. വായ ഫുള്ള് നിറച്ചിരിക്കാം. തിന്നണല്ലോ. ജന്മനുള്ളതാണോ? മനസ്സിലാക്കാൻ മനസ്സിലാവില്ല. പിന്നെ ശരിയാവൂല. മുഖം പറയാൻ പാടില്ല, മുഖം പറയാൻ പാടില്ല. എക്സ്പ്രഷൻ കണ്ടേ? മുഖം വേണ്ടു. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? മതി, തീരാനായി. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് അല്ല, നിങ്ങളാരും പറഞ്ഞു. നിങ്ങളാരും തുടങ്ങി വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തോ? തുടങ്ങിയോ? എനിക്ക് തോന്നുന്നു 5 ആണെന്നോ. എനിക്ക് തോന്നുന്നത് ശ്രീയാണെന്നോ. എനിക്ക് തോന്നുന്നത് ശ്രീയാന്നാണ്. നല്ല തട്ടി എടുത്തിട്ടോള്. അറിയാം ഞാൻ. അതെ, ഞാനായിരിക്കും ഇത്ര കള്ള ലക്ഷണോ? എന്താ തിന്ന് മനസ്സിലാക്കി? അതൊരു അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ. എന്നിട്ട് അല്ല, അതൊന്നും ആവില്ല, ഞാൻ നോക്കിക്കോളാം. മിണ്ടരുതേ. 5 അത് വേണം. വേഗം വാ. എന്താ സാൻഡ്വിച്ച് വിത്ത് ഷുഗർ, പഞ്ചസാര ഇട്ട സാൻഡ്വിച്ച് തിന്നു. എങ്ങനെ എന്നെ പറയാൻ ഇത്ര കള്ളലക്ഷണം തിന്നലേ അത്? എന്താ സംഭവം എന്നറിയോ? ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞ് ശ്രീന്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ശ്രീ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ അന്നത്തെ പോലെ മിണ്ടാതിരുന്ന പോലെ വിചാരിച്ചു. അതെ, ഞാൻ വിചാരിച്ചു ഞാനൊന്നും മിണ്ടാതിരുന്ന പോലെ ശ്രീ മിണ്ടാതിരിക്കാന്ന്. ഞാനേ ആർത്തിയോട് ഒരു വലിയൊരു പീസ് വായിലിട്ടതപ്പോ സാമിന്റെ ഫുള്ള് തീർന്നു. ഞാൻ ഒന്ന് പസ തിന്നോ? ഇതുണ്ടത് കഴിച്ചോ? ഞാനിത് ചവച്ചപ്പോ പഞ്ചാരന്റെ സൗണ്ട് അയ്യോ, അത് ഞാൻ കേട്ടില്ല. ഞാനുള്ള പഞ്ചസാരൊക്കെ കാണിച്ചു. വേഗം കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ നോക്ക്, കാണുണ്ടോ ഈ ബ്രെഡിന്റെ മുകളിൽ ഇത്രയും പഞ്ചസാര ഉണ്ട്. ഈ ചിക്കൻ കണ്ടോ? ഇതിന്റെ ചുറ്റിലും പഞ്ചസാര. എല്ലാ ഇതിന്റെ മുകളിൽ എല്ലാത്തിലും പഞ്ചസാര. പക്ഷെ പഞ്ചസാര ഇല്ലാത്ത നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. നേരത്തെ ഒരു വലിയ പീസ് തിന്നതല്ലേ? അല്ല, അത് കഴിഞ്ഞത് പണ്ടതല്ല. എന്തൊരു മതിയാണ്. ചിക്കന്റെ മീറ്റ് പകുതി ഞാൻ കറക്റ്റ് പറഞ്ഞു. പകുതി ഞാന് പകുതിയോളൂ. ചിക്കൻ വായ പോയി കഴിഞ്ഞാൽ ബ്രെഡും പഞ്ചസാരയും സുന്ദരം വിചാരിച്ചത്. പക്ഷെ ചിക്കൻ പോയില്ല. റെഡി? കണ്ണുറന്നോ? തുറന്നു. ഇഷ്ടമുള്ള ചായ എടുത്തോ. ഇഷ്ടമുള്ള ചായ എടുത്തോ. പടച്ചോനെ, എന്താ ഞാൻ എന്നെ ഒന്ന് സെലക്ട് ചെയ്യാൻ സമ്മതിക്കാത്ത? 5 കൈ പോയപ്പോ ഞാൻ എടുക്കാൻ വന്നപ്പോ ഈ കൈ വെച്ചു. അപ്പൊ ഞാൻ വെച്ചു ഇതിൽ ആർക്കും ഒരു തർക്കമില്ലായിരുന്നു. അതിനോട് ഞാനും ഇത് എടുത്ത്. ഓക്കെ കഴിച്ചോ?
എന്താണ് എന്താ രണ്ടാ നിന്നെ ഒരാളെ നോക്കിട്ടല്ല അടുത്ത നോക്കാൻ പറ്റുള്ളൂ. ശ്രീ ചായ കുടിച്ച് തീരാനായല്ലോ. ചില ഇമ്പോസ്റ്ററുകൾ അങ്ങനെ കുടിക്കാതെ ഇരിക്കാറുണ്ട്. ചിലപ്പോഴൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടെ കുടിക്കണ്ടേ? നമ്മളെ ഫുഡിലേക്ക് നോക്കുന്നുണ്ട്. ഒളിച്ചു വെക്കുന്ന ഫുഡിലേക്ക് നോക്കുന്നുണ്ട് അല്ലേ പറഞ്ഞേ. സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് പറഞ്ഞോ ഞാൻ നല്ല ഡൗട്ട് ഉണ്ട്. ആൾക്കാരുടെ ഡൗട്ട് എനിക്ക് 5-നാണ് ഗസ്റ്റ് ഡൗട്ട്. 5 ഇമ്പോസ്റ്റർ എനിക്ക് തോന്നുന്നത്. എനിക്ക് ശ്രീനിയാണ് ഡൗട്ട്. കോംപ്ലിക്കേഷനാ. കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? നിങ്ങളുള്ള ആരോ മര്യാദയ്ക്ക് പറഞ്ഞു. ആരോ ഒരാളാണ്, ഞാനല്ല. അല്ലേ ഇയാളോ? ഞാൻ തന്നെ. ഞാനാണ് ഇമ്പോസ്റ്റർ. ഞാൻ തന്നെ. ഞാൻ പറഞ്ഞില്ലേ ശ്രീ, കഷ്ടമാണ്. ഇവള് തുടക്കത്തില് എന്തോ ഒരു ശബ്ദം ഇങ്ങനെ ഇറക്കാൻ കുറച്ചൊരു പ്രയാസമുള്ള പോലെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ കുറച്ച് ശബ്ദം ഉണ്ടാക്കി ഞാൻ ഇറക്കുന്നുണ്ട് എന്ന് കാണിക്കുക. കുടിക്കാന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. ഇതിന് ഉപ്പിട്ട കട്ടൻ ചായ കേട്ടോ. പക്ഷെ 5 എന്തോ ഒരു ഡൗട്ട് തോന്നി, അത്രേ ഉള്ളൂ. അതിന് ചെറിയൊരു എന്തോ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊത്തി വെച്ചൊക്കെ കുടിച്ചു. അതാ കുറച്ചൊരു ഡാർക്ക് ആയിട്ടില്ലേ അത്? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ ഒരു കലങ്ങിയ ഡൗട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ തോന്നുന്നുണ്ട്. വൃത്തിട്ട സാധനം കേട്ടോ. ശ്രീ ഫസ്റ്റ് കുടിച്ചോ? ശ്രീ അല്ലേ തെറ്റിച്ചത്? ശ്രീ ഫസ്റ്റ് കട്ടൻ ചായ ഉപ്പിട്ട് കുടിച്ചാൽ തലവേദന പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. കുടിച്ച നല്ലതാ. ഉപ്പൊരു ലോഡ്. അയ്യോ, അളവ് പറയാൻ മറന്നുപോയി. ഇപ്പൊ എത്ര കുടിച്ചു? ഇത്രല്ലോ ഒരു ഇറക്ക്. പിന്നെ അല്ല, 2 ഇറക്കും കൂടി ശ്രീ കുടിക്കുക. ബാക്കി 3 ഇറക്കി അങ്ങനെ. ഞാൻ ഇപ്പൊ തൽക്കാലത്തൊരു കാര്യം ചെയ്യാം. പിന്നെ ഞാൻ ഇത്ര കുടിക്കാം. അത് കുടിക്കും. അതല്ല നല്ലത്. നല്ല കുടിക്കേ പോട്ടങ്ങള്. അത്രയും പ്രശ്നം നീ കുടിച്ചു നോക്കിയാ അറിയാതെ. ഞാൻ അത് കുടിക്കട്ടെ. നല്ല ചായ. ഓ, കുറച്ചുകൂടെ അത് ഫുള്ള് കുടിക്കണ്ട. 3 ഇറക്കി കുടിച്ചാൽ നല്ല കുടിക്കും. തലവേദനക്ക് നല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ എക്സ്പ്രഷൻ ഇടാതെ കുടിച്ചത്. ശ്രീ എങ്ങനെ ഇങ്ങനെ കുടിച്ചത്? കുറച്ച് ഉപ്പിട്ടാ കുഴപ്പമില്ല. ഇത് കൊറേ ഉപ്പിട്ട്. ഇത് നമ്മള് പണ്ട് പഠിച്ചില്ലേ, ഒരു ദ്രാവകത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ മാക്സിമം അതാണ് ഇത്. നല്ല ഉണ്ടായില്ലേ? വലിയ വാക്കുകളൊന്നും പറയല്ലേ. 3 ഇറക്കി കുടിച്ചോ? 2 കുടിച്ചു. സത്യസന്ധ്യ. മതി ഇവിടെ ഒരു കനം പോലെ. തലവേദന ഉപ്പ് അതിലിട്ടിട്ട് ഇതെന്താ ഇത്? റെഡി? കണ്ണുറന്നോ? തുറന്നു. നമ്മളെ മുന്നിൽ കുറച്ച് ക്രീം ബന്നുകളുണ്ട്. ഇഷ്ടമുള്ളത് എടുത്തോ. ഇല്ല കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് അടുത്ത്. കണ്ണൊന്നും പറഞ്ഞു എന്തൊന്നും പറയാനൊന്നുമില്ലേ? പറയാനുണ്ട്. ഞാൻ നിരീക്ഷിച്ചോണ്ടിരിക്കുക. എനിക്ക് ഒന്നിനും വിശ്വാസമില്ല. ഞങ്ങൾക്കും എനിക്കും. ഷാമി ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് ഷാമിനെ നിരീക്ഷിക്കാൻ പറ്റില്ല. ഈ പാട്ട് പാടോ ഷാമി? മൈക്കെന്ന് എങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഫുഡ് കണ്ടിട്ടുണ്ടോ? അവിടെ മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാ പിന്നെ അന്റെ കണ്ണെന്താ നടന്നത്? ചിരിച്ചിട്ടാ ഇത് വേഗം മനസ്സിലായ പോലെ അല്ലേ? എനിക്ക് വേഗം മനസ്സിലായ പോലെ. എന്താ ചെയ്യാ?
ശ്രീ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. എന്താ എന്നെ വെളുത്തൊരു ഗാർലിക്കോ നല്ലത് വായ തുറക്കല്ലേ. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ കണ്ണീര് ഞാൻ കണ്ട്. അത് ഞാനും കണ്ട്. അവിടെ അവർക്ക് പറ്റി. ഞാൻ കണ്ണീരൊന്നും നോക്കില്ല. ഞാൻ അങ്ങനെയല്ല ശ്രീന്റെ എന്താ വെച്ചാൽ തീരെ ഇഷ്ടമുള്ള സാധനം ഇഷ്ടം വേഗം എക്സ്പ്രഷൻ വരും. മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി കണ്ണിലൊരുത്തിന് എന്തോ ഒരു കണ്ണുനീര് വന്ന പോലെ തോന്നി. വെറുതെ തോന്നുന്നു ഇത് മൊത്തം ഗാർലിക് പിന്നെ എന്തോന്ന് പറയാ ക്രീമി ആയിട്ട് ഗാർലിക് പേസ്റ്റ് തേച്ചത്. ആ ഗാർലിക്കിന്റെ എഫക്ട് കൊണ്ട് അതിന്റെ കൂടെ തന്നെ എന്തിനോ ഒന്ന് സംസാരിക്കും വായ തുറന്നപ്പോ സ്മെല്ലടിച്ചു. അവിടെ പറ്റിപ്പോയതല്ലേ. പകുതി കഴിച്ചൂലേ. അത് കഴിക്കാതിരുന്നിട്ട് മനസ്സിലാവാതിരിക്കരുത് എന്നുള്ളതേ. കുഴപ്പമില്ല, ഈ റൗണ്ട് ഇങ്ങനെ പോട്ടെ. ഇതന്നെ കയ്യിലുള്ള ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് നല്ല ക്രീം തന്നെ ഇതിനുള്ള ക്രീം. ഞാൻ ഇടയ്ക്ക് ഭഗവാനെ ഒന്ന് ആലോചിച്ച് നോക്കാം. അത് കഴിക്കേണ്ടി വന്ന അത് ഗാർലിക്കിന്റെ കൂട്ടത്തിൽ വല്ല ചിക്കൻ എന്തെങ്കിലും സാൻഡ്വിച്ച് ആണെങ്കിലും പറഞ്ഞു. പിന്നെ നല്ല മധുരം ഉണ്ട് ഇതിന്റെ കൂട്ടത്തില്. ക്രീമിന്റെ മുകളിൽ ക്രീം ഒരു തരി പോലും മാറ്റണ്ട. അതിന്റെ മുകളില് മറ്റേ ഗാർലിക് മയോണൈസ് തേച്ച് തന്ന സാധനമാണ്. തുള്ളി മണത്തിട്ട് രക്ഷയില്ല കേട്ടോ ഇവിടെ. ഞാൻ അപ്പുറത്തെ തിരിഞ്ഞില്ല. അതാ നല്ലത്. ആ വഴിക്ക് അല്ല കഴിഞ്ഞതിൽ കുറെ ഞാൻ ഇതേപോലെ അനുഭവിച്ചതാ. മനസ്സിലാവും, വിഷമം മനസ്സിലാവും. അങ്ങനെ ഇമ്പോസ്റ്റർ തോറ്റിരിക്കാണ് കഴിച്ച ഈ റൗണ്ട്. ഭയങ്കര ഫസ്റ്റ് 3 റൗണ്ട് ഇമ്പോസ്റ്റർ ജയിച്ചു. ഇതൊരു വൻ പരാജയമായി പോയി. ഞാൻ തോറ്റു. നിങ്ങൾ അതുപോലും അത്ര കഴിച്ചു തീർത്തില്ല. ഞാൻ അത് തീർക്കണോ? അല്ല വേണ്ട, ഞാൻ തീർക്കാം. റെഡിയാണോ? കണ്ണുറക്കരുത്. നിങ്ങളെ മുന്നില് 3 പ്ലേറ്റ്സ് ഉണ്ട്. ലെഫ്റ്റ് റൈറ്റ് സെന്റർ. ലെഫ്റ്റ് അല്ല റൈറ്റ് അല്ല ലെഫ്റ്റ്. ബാക്കി ഏതാണുള്ളത്? ഇതാണോ സെന്റർ? സെന്റർ ഇതാ. ഇതാ റൈറ്റ് ലെഫ്റ്റ്. ഇനി കണ്ണുറക്കണം. ഹായ് നല്ല എനിക്ക് പേടിയാവുന്നത്. നല്ല മണണ്ടേ വാഴേന്റെ അല്ലേ? ഹായ് വാഴേന്റെ അല്ലേ മണോ? ഞാനതാലോചിച്ചോ കാണരുത് തരും. അമ്പലത്തിന് പ്രസാദം കുട്ടികളാ. ശ്രീക്ക് മതിയായിണ്ട്. ശ്രീക്കിനെ കണ്ടുപിടിക്കാനോ പറയാനോ ഒന്നും വയ്യ. ആരും കണ്ട ഇലയുടെ ആരും കണ്ണ് മനസ്സിലാക്കണ്ട. അതുകൊണ്ടാ ഞാൻ ഫസ്റ്റ് മുതലേ ആ ഒരു ട്രിക്ക് പ്രയോഗിച്ചത്. കൊള്ളാം. ഇത് കൊള്ളാം കേട്ടോ. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? തിന്നുമ്പോഴത്തേക്ക് തുടങ്ങിയാലോ? നോക്കാനൊരു ഗ്യാപ്പല്ലേ? എന്നിട്ട് നമുക്കറിയാലോ. നന്നായി. ശബ്ദയാ വോട്ട് ചെയ്യാം. വോട്ട് ചെയ്യാം. ഞാൻ വോട്ട് ചെയ്യുന്നത് ഷമിക്ക്. ഞാൻ വോട്ട് ചെയ്യുന്നത് അഞ്ചിക്ക്. ഞാനും വോട്ട് ചെയ്യുന്ന അഞ്ചിക്ക്. നന്നായി. ഞാൻ തന്നെ നിന്നോളാം. നേരത്തെ നമ്മള് കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ അത്ര ഇല്ലായിരുന്നു. അല്ല 5 2 പ്രാവശ്യം ജയിച്ചു. അതുകൊണ്ട് എന്തായിരുന്നു അതിന്റെ ഉള്ളില്? ഇതിലോ ലേഡിന്റെ ഉള്ളില് അയ്യോ
ഇമിലി വരുന്നത് ഇമിലി മാത്രമായിട്ട് കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ. വെറുതെ അല്ല ഇങ്ങനെ സീക്രട്ട് ആക്കി വെച്ചത്. ഇത് കണ്ടോ, ഇത് മൊത്തം ഇമിലിയാണ് ഗൈസ്. ഇതിന്റെ ഉള്ളിൽ ആ തേങ്ങേന്റെ മിക്സിന്റെ കൂട്ടത്തിലാന്ന് തോന്നുന്നു ഇമിലി വെച്ച്. സത്യം പറഞ്ഞ ഇമിലി പുളി മാത്രമാണ് നിങ്ങൾ വിചാരിക്കും. പുളി മാത്രല്ല, അതിനൊരു മറ്റേ തൈലം കുഴമ്പ്, അതിന്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ്. അത് നല്ലതിന്റെ കൂടെ വരുമ്പോ മനസ്സിലാവില്ല, ഇങ്ങനെ വരുമ്പോഴാണ് മനസ്സിലാവും. പ്രത്യേകിച്ച് വേറെ ഒരു ജീരകത്തിന്റെ ടേസ്റ്റ്. ഞാനില്ലേ ഫസ്റ്റ് ഈ ഇല എങ്ങനെയോ മടക്കി വെച്ച പോലെ തോന്നിയത് കണ്ടപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനേക്ക് ഇമ്പോസ്റ്റർന്ന്. പക്ഷെ പിന്നെ മനസ്സിലായത് നല്ല സാധനം, അത് നല്ല പഴവും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഇലടാ. ഇതാണെങ്കിൽ നല്ല പഴവും തേങ്ങ. അത് തിന്ന് തീരാനായില്ലേ? ആഗ്രഹം കൊണ്ട് തിന്നു വന്നതാ. ആ ഉപ്പിട്ട കട്ടൻ ചായ കുടിച്ചാണെങ്കിൽ മതിയായി. അങ്ങനെ നമ്മളെ മൊത്തം 5 റൗണ്ടിൽ 3 ഇമ്പോസ്റ്റർ ആയത് ഞാനാണ്. ഇമ്പോസ്റ്റർ ഫുഡ് കിട്ടിയത് എനിക്കാണ്. ഒന്നില് പക്ഷെ എന്നെ കണ്ടുപിടിച്ച് 2 എണ്ണത്തിന് ഞാൻ ജയിച്ചു. ഒന്നില് ഷാമി ഇമ്പോസ്റ്റർ ആയി, പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ശ്രീ ഇമ്പോസ്റ്റർ ആയി. ശ്രീനെ എല്ലാരും കണ്ടുപിടിച്ചു. ഐക്യദാർഢ്യനാണ് ശ്രീ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നും അങ്ങനെ കൂടി ചിന്തിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പറ്റി മനസ്സിലായി ആരാ ഇമ്പോസ്റ്റർ. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ദിസ് ഇസ് ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.